Today we are here again with yet another day, World Disability Day, or you call World Day for the Persons with Disability, December 3rd. Why we are sending you videos like this is to make you aware of the importance of some of the days, and we are calling speakers to give small talks about the day so that you know the importance of this day, what you have to do, and things like that. So I request all of you to watch the videos, take it seriously, and in our life ahead, whatever we can do for the people, for ourselves, we have to do it. Don't take it lightly. Every bit of matter or information that you get is to be taken seriously and dealt with accordingly. Today we have yet another speaker with us, Mrs. Sainiba, or she's better known as Sainiba teacher, who has been dealing with children who are, you can't call them disabled, differently abled children. She's been dealing with them for so many years, and I have watched her, I have gone to her institute, and I really hats off to her for the service that she is doing for the children, to such children. So when you go to such places, see such children, and she's the message she's going to give it to you. Watch it and let us serve the society. Let us have a heart to serve the society. Every small, even when you earn out of 10 rupees, 1 rupee you keep aside for such child, for such persons, you will get the blessings from God. We have to be good at heart, good to people around us, not to be selfish. Your selfless service to the society will always be seen by somebody from above, and you will get such blessings from them. So I take this opportunity to welcome our guest speaker, Mrs. Sainiba, to address our students. A warm welcome to you, ma'am, and thank you for being with us for this short talk, which will definitely carry our students miles ahead in the service to humanity. A warm welcome to you, and a warm welcome to all you children and all you parents for this short time that you are spending to listen to us. Thank you and have a nice day. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 3, TK ട്രസ്റ്റ് പബ്ലിക് സ്കൂൾ ഈങ്ങാമ്പള്ളിയിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പേര് സൈനബ. ഞാൻ വിസ്മയിൽ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൻറ്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികളെ തൊഴിൽ പഠിപ്പിച്ച് ഒരു സ്വന്തം കാലിൽ നിർത്തി ജോലി ചെയ്യാൻ പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് വിസ്മയിൽ. വിസ്മയിലെ ഫൗണ്ടർ ഡയറക്ടറാണ് ഞാൻ. ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 26 വർഷങ്ങളായി. അപ്പോൾ ഈ 26 വർഷത്തെ പ്രവർത്തന പരിചയം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിവുകളുള്ള, ഒരുപാട് കഴിവുകളുള്ള ഭിന്നശേഷിക്കാരായ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ചില പരിമിതികളും ആയി ജനിക്കുന്നവരെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെടുകയാണ്. അവരെ നമ്മൾ അറിയാതെ, അവരെ തിരിച്ചറിയാതെ നമ്മളവരെ മാറ്റി നിർത്തി പോവുകയാണ്. ഇന്ന് ഡിസംബർ 3 അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി ചിന്തിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അവസരങ്ങൾ കൊടുക്കാനും ആവട്ടെ ഇന്നത്തെ ദിവസം. നമ്മുടെ മുന്നിൽ ഒരുപാട് കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യത്യസ്ത കഴിവുകളാണ് നമ്മൾ. അപ്പോൾ
പല കാര്യങ്ങളും നമ്മൾ ആർജിച്ചെടുക്കുന്നത്. ഒരു ഇന്ദ്രിയത്തിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ ശേഷിക്കുറവിന് മറ്റിന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് മൂലം, കൂടുതൽ പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കൂടുതൽ പ്രവർത്തിപ്പിച്ച് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ, അതിനുവേണ്ടി അവസരം കിട്ടുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റും. പരിമിതിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ അവരുടെ സ്ട്രെങ്ത്, അവരുടെ കഴിവിനെ നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു വിരല് പ്രയാസമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ആ വിരൽ പറ്റുന്നില്ല എന്ന് കരുതി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഒരു കൈ തന്നെ ചലിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കടന്നുപോയ ഒരാളെ നിൽക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുക. നിൽക്കുന്ന ഒരാളെ നടക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുക, സപ്പോർട്ട് കൊടുക്കുക. നടക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഓടട്ടെ, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് അവരെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കണം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുക, അവരെ എംപവർ ചെയ്യാൻ, അവരെ ശാക്തീകരിക്കുക എല്ലാ അർത്ഥത്തിലും. എന്നിട്ട് അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക, സ്വയം പര്യാപ്തരാക്കുക. എന്നിട്ട് നമ്മളോടൊപ്പം ചേർക്കുക. അവർക്കൊരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ജീവിക്കട്ടെ. അതിന് അവസരങ്ങൾ കൊടുത്താലല്ലേ അവർക്ക് അതിനുള്ള പ്രാപ്തത കൈവരുള്ളൂ. അപ്പോൾ നമ്മൾ കൂടെ ചേർത്ത്, നമ്മളോട് തോളോട് തോള് ചേർത്ത് അവരൊപ്പം എന്തിനും അവരെ കൂടെ തന്നെ കൂട്ടുക. എന്നിട്ട് നിനക്ക് ഈ ഒരു പരിമിതിയേ ഉള്ളൂ, ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നീ പ്രാപ്തനാവണം. ആ ഒരു മെസ്സേജ് അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഡിസംബർ 3 ഈ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ആലോചിക്കേണ്ടത് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അവരെ സ്ട്രെങ്തൻ ചെയ്യുക, എംപവർ ചെയ്യുക, അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക, അവരെ സ്വന്തം കാലിൽ നിർത്തി ജീവിക്കാൻ വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ കടമയാട്ടോ. നമ്മുടെ ഒപ്പമുള്ളവരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും? നമ്മളൊപ്പമുള്ളവരെ ഒരിക്കലും മാറ്റി നിർത്തുകയല്ല വേണ്ടത്, കൂടെ ചേർക്കുക, ഒപ്പം ചേർക്കുക. എന്നിട്ട് നമ്മളെങ്ങനെയാണോ അവരെ അതുപോലെ നമ്മൾ കാണുക. എന്താണ് അവരുടെ പരിമിതി? ആ പരിമിതി കൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക. എന്താണ് അവരുടെ പ്രയാസം? ആ പ്രയാസം കൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക. എന്നിട്ട് നമ്മളൊപ്പം ചേർക്കുക. എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ. Chandran, this Indian actress and classical dancer needs no introduction. This 50-year-old artist met with an accident when she was just 16. She overcame her disability by getting a parasitic Jaipur food and became one of the most popular and acclaimed classical dancers of the country. Having performed Bharatanatyam internationally, Chandran has also been known a figure in the Indian television and film industry. Helen Keller. Helen Keller was an American author, political activist, and lecturer. He was the first deaf-blind person to earn a Bachelor of Arts degree. The story of Keller and her teacher Anne Sullivan was made famous by Keller's autobiography, The Story of My Life, and its adaptation, and The Miracle for film and stage, The Miracle Worker. Her birthplace in Tuscumbia was now a museum. Annie Sullivan. Annie Sullivan was an American teacher best known for being the teacher and lifelong companion of Helen Keller. The summer following Sullivan's graduation, the director of Perkins, Michael Anagnos, was contacted by Arthur Keller, who was in search of a teacher for his blind and deaf daughter Helen.
Anagnos immediately recommended Sullivan for this position and she began her work on March 3, 1887 at Keller's home. She also quickly connected with Helen, which was the beginning of a 49 years relationship. To all, I'm Nora Zan. Today, December 3rd is the World Disability Day, so I would like to speak a few words about such person. Nicholas James Vujicic. He is an Australian-American Christian evangelist and motivation speaker born with tetra amelia syndrome, a rare disorder characterized by absence of arms and legs. In 2005, Nick founded Life Without Limbs, an international non-profit organization and ministry. In 2007, he founded Attitude is Altitude, a cellular motivation speaking company. For Stephen Hawking, the most recognizable scientist of our age, Hawking holds an iconic status. He appeared on Star Trek, the next generation of the Simpson and the Big Bang Theory. Stephen Hawking, the world famous theoretical physicist, had died at the age of 76. Hawking children's Lucky, Robert and Time said in a statement, "We are deeply saddened that our beloved father passed away today. He was a greatest scientist and an extraordinary man, was a word and legacy will live on for many years." Hi children, disability is not inability. Disability is only for limbs and senses, not for the spirit. As long as one can possess the strong and healthy will, no kind of physical ability can stop them from achieving great things. They are the real heroes because they are triumphant of their fate, as they are the examples for their invincible spirit. The great people who ascended the peaks of success in spite of their disability are called the able heroes who conquered their fate. So children, if they can make miracles in this world, why can't we? Why can't you and me can make also miracles in this world? Yes, we can. So children, enjoy your life, believe in yourself, be a successful human being. Okay?